ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യനായിട്ട് ഞാനത് പിന്നെ വന്നിട്ടുണ്ട്. സോ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റല്ലേ? ഓക്കെ. അപ്പം ആ ക്വസ്റ്റ്യൻസും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ പ്രൊവിഷൻസും എല്ലാം ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആൻസർ കൊടുക്കേണ്ടത്, മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആൻസർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും എല്ലാം നമുക്ക് സെറ്റാണ് അല്ലേ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വലിയ ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊണ്ട് വെയിറ്റേജ് കൂടുതലാണ്. സോ ആ ഒരു ഏരിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമല്ല, കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അവിടെ നിന്നുള്ള അതിലെ ഒരു യൂണിറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഓക്കെ, കിട്ടിയവർക്കെല്ലാം അടിപൊളി. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ എന്താണ് നമ്മുടെ ആദ്യത്തെ പരിപാടി? റിവിഷൻ ആണല്ലേ. സോ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ എന്തായിരുന്നു നമ്മൾ ഇപ്പോൾ കുറേ സോയായില്ലേ? ഓക്കെ, കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? സെല്ലേഴ്സ് റൈറ്റ് ഓഫ് ലീനിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ 4 മാർക്കിൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ? നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 നിന്നുള്ള റൈറ്റ് ഓഫ് ലീൻ, സെല്ലേഴ്സ് ലീൻ സെക്ഷൻ 47 ആണ് നമ്മൾ പഠിച്ചത്. ഏത് യൂണിറ്റിൽ നിന്നുള്ളായിരുന്നു? നമ്മുടെ അൺപെയ്ഡ് സെല്ലർ എന്ന യൂണിറ്റ് 4 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സെക്ഷൻ 4 എന്താണ് മെയിനായിട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റൈറ്റ് ഓഫ് ലീന് എക്സസൈസ് ചെയ്യാൻ പറ്റും. ആർക്കാണ്? അൺപെയ്ഡ് സെല്ലറിന് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി എന്താണ് ലീൻ എന്നുള്ളത്? ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പൊസഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. എപ്പോൾ വരെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? ടിൽ ആ ഒരു ഫുൾ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ ടെൻഡർ ഫോർ പ്രൈസ് കിട്ടുന്നത് വരെ. സോ പിന്നെ അതിനകത്ത് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സിറ്റുവേഷനായിരുന്നു? വിത്തൗട്ട് എനി സ്റ്റിപ്പുലേഷൻ ആസ് ടു ക്രെഡിറ്റ് നമ്മൾ സെയിൽ നടത്തുമ്പോൾ, അതുപോലെ തന്നെ സ്റ്റിപ്പുലേഷൻ ആസ് ടു ക്രെഡിറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റിൻ്റെ ടേം ഒരു പീരീഡിൻ്റെ എക്സ്പയറി കഴിഞ്ഞു, അതിനുശേഷവും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഓഫ് ലീൻ എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാം. ആൻഡ് ഓൾസോ ബയർ എപ്പോൾ ഇൻസോൾവെൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റൈറ്റ് ഓഫ് ലീന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സെക്ഷൻ 47 ഈ പറഞ്ഞ 3 കണ്ടീഷനും അതിൻ്റെ പ്രൊവിഷനുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴാണ് ശരിക്കും ഈ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്? ഈ അൺപെയ്ഡ് സെല്ലറിൻ്റെ കയ്യിൽ ആസ് എൻ ഏജൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെയിലി ആയിട്ടോ ആളുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ കയ്യിലുണ്ട് അല്ലേ. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഈ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ പ്രൊവിഷൻ പാർട്ടിൽ അതായിരുന്നു പറയേണ്ടായിരുന്നത്. അനാലിസിസ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനാലിസിസ് കുറച്ചും കൂടെ കട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിനകത്ത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്കിലും വേണമെങ്കിൽ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ഒറ്റ പാരഗ്രാഫായിട്ട് ഫ്രെയിം ചെയ്യാവുന്നതാണ്. ബിക്കോസ് അവിടുത്തെ വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ വലിയ മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ അതിന് ആൻസർ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. ചിലപ്പം ഇതേ കൺസെപ്റ്റ് തന്നെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനിൽ കുറച്ച് ഹയർ മാർക്സിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലോ. ഓക്കെ, അപ്പോൾ ആ രീതിയിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് പോവുക. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഉള്ള ഒരു ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു, കൺക്ലൂഷനൊക്കെ കൊടുത്തു, നമ്മൾ 4 മാർക്ക് സ്കോർ ചെയ്തല്ലേ. സോ അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് മുന്നേ നമ്മൾ പഠിച്ചത് LLP ആക്ടിൽ നിന്ന് സെക്ഷൻ 5 ആൻഡ് സെക്ഷൻ 6. സെക്ഷൻ 5 എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? പാർട്ട്നേഴ്സിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് സെക്ഷൻ 6 നമ്മൾ ഡീൽ ചെയ്തു. സെക്ഷൻ 5 പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ആർക്കൊക്കെ പാർട്ട്നേഴ്സ് ആവാം? പറഞ്ഞേ, എൻ്റെ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളിപ്പോൾ ഓൾറെഡി പറയുന്നുണ്ടാകും. ബിക്കോസ് നിങ്ങളിത് ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു ചോദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആൻസർ പോലെ നമ്മുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പം ആരൊക്കെയായിരുന്നു നമുക്ക് ഒരു LLPയിൽ പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടി പറ്റുന്ന? ഒരു ഇൻഡിവിജ്വൽ, ബോഡി കോർപ്പറേറ്റ്. ഇൻഡിവിജ്വലിൻ്റെ കേസിൽ 3 പേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു ആ 3 പേര് എന്നുള്ളത് ഓർമ്മയുണ്ടോ? ആരൊക്കെയായിരുന്നു ആ 3 പേര് എന്നുള്ളത് ഓർമ്മയുണ്ടോ? He who is not entitled to involve, സോറി ഇതല്ല. ഓക്കെ,
ഇതായിരുന്നു സെക്ഷൻ 5 പറഞ്ഞിരുന്നത്. ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ് അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻറ്റ് ബട്ട് ആപ്ലിക്കേഷൻ ഇസ് പെൻഡിങ്. ഈ 3 വ്യക്തികളെ ഇൻഡിവിജ്വൽ എന്ന കാറ്റഗറിയിൽ നമ്മൾ മാറ്റി നിർത്തി ബാക്കി ഇൻഡിവിജ്വൽസിനും ബോഡി കോർപ്പറേറ്റിനുമാണ് പാർട്ണർ ആയിരിക്കാൻ പറ്റുന്നത്. ഇനി മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്രയാണ്? 2 ആണ് അല്ലേ. സോ ഇതിൽ താഴ്ന്ന 2 അല്ലാതെ ഒരു സിംഗിൾ മെമ്പറായിട്ട് 6 months കൂടുതൽ അവർ ബിസിനസ് റൺ ചെയ്താൽ അതിലുണ്ടാവുന്ന ലയബിലിറ്റീസ് എല്ലാം, ബിസിനസ് ഫേമിൻ്റെ ലയബിലിറ്റീസ് എല്ലാം ആർക്ക് വരും? ആ ഒരു സിംഗിൾ ഒരാളായിട്ട് മുന്നോട്ട് പോയില്ലേ, ആ ഒരു സിംഗിൾ പാർട്ട്ണറിൻ്റെ പേഴ്സണൽ ഒബ്ലിഗേഷനായിട്ട് വരുന്നുണ്ടാവും. സോ അതായിരുന്നു കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത് സെക്ഷൻ 6 നിന്ന്. സെക്ഷൻ 6 എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞാൽ? എവറി LLP ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് ഇഫ് അറ്റ് എനി ടൈം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് റെഡ്യൂസ്ഡ് ബിലോ ഈ നമ്പറിൽ നിന്ന് ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് അവർ അങ്ങനെ തന്നെ 6 months കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ് റൺ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 6 months നമ്മളുടെ ബിസിനസ്സിന് വരുന്ന എല്ലാ ലയബിലിറ്റിയും പേഴ്സണലി ആർക്ക് ഒബ്ലിഗേഷനായിട്ട് വരും? നമ്മളുടെ ആ ഒരു പാർട്ട്ണറിന് ഒബ്ലിഗേഷനായിട്ട് വരും. സോ അതായിരുന്നു കോൺസിക്വൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ നിന്ന് തന്നെ ഒരു ന്യൂ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. ബാക്കി എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 31. സെക്ഷൻ 31 പറയുന്നത് no new partner shall be introduced to a firm without the consent of all existing partners. അതായിരുന്നു നമ്മുടെ സെക്ഷൻ 31 പ്രൊവിഷൻ. ആൻഡ് ഓൾസോ സെക്ഷൻ 31 പ്രൊവിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ആ പ്രൊവിഷനിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ലൈൻസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ന്യൂ പാർട്ട്ണറിന് വരുന്ന റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ആ ഒരു ക്വസ്റ്റ്യനിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പഠിച്ചത് സെക്ഷൻ 29. സെക്ഷൻ 29 എന്താണ് പറയുന്നത്? റൈറ്റ്സ് ഓഫ് എ ട്രാൻസ്ഫറി. അതായത് ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർ അവരുടെ ഷെയർ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ദാറ്റ് ട്രാൻസ്ഫറിക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉള്ളത്, എന്തൊക്കെയാണ് ആളുടെ റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? he is not entitled to involve in the conduct of business. ആൾക്ക് ബിസിനസ്സിൻ്റെ കണ്ടക്റ്റിൽ ഇൻവോൾവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബുക്സ് റിക്വയർ ചെയ്യാനും ബുക്സ് എന്ത് ചെയ്യാനും ഇൻസ്പെക്റ്റ് ചെയ്യാനുമുള്ള റൈറ്റ്സ് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫറിക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? ആൾക്ക് ആ പർട്ടിക്കുലർ ഷെയറിലുള്ള പ്രോഫിറ്റ് വാങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കും മെയിനായിട്ട് റൈറ്റ്സ് ആയിട്ട് ഉണ്ടാവുക. ഒറിജിനൽ പാർട്ട്ണർ എക്സസൈസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന പ്രിവിലേജ് കാര്യങ്ങളൊന്നും ആർക്ക് കിട്ടുന്നുണ്ടാവില്ല? ഈ ട്രാൻസ്ഫറി ആൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ആരായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫറി? ഫസ്റ്റ് പ്രതീകായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടെ വായിച്ച് നോക്കുക, ഒന്നുകൂടെ ആൻസർ എഴുതി നോക്കുക കേട്ടോ. സോ നിങ്ങൾ മന്ത്ലി വൺസ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു എക്സാം പോലൊക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്രോസസ്സിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പല രീതിയിൽ ഒരേ മെത്തേഡിൽ തന്നെ എത്ര നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും? നമുക്ക് ബോറടിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്നത് പോലെയൊക്കെ പഠിപ്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട്, മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ പഠിക്കുന്നത്. നമ്മൾ മുന്നിൽ ഇരിക്കുന്ന ആളിനേക്കാളും കൂടുതൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നത് നമുക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഇനി എഴുതി പഠിക്കാൻ താല്പര്യമുള്ളവർ എഴുതി പഠിക്കുക. ഇനി സ്ഥിരമായിട്ട് വായിച്ച് പഠിക്കുന്നവർ ഒരു വെറൈറ്റിക്ക് വേണ്ടി എഴുതി പഠിച്ച് നോക്കുക. സ്ഥിരമായിട്ട് എഴുതി പഠിക്കുന്നവർ ഒരു വെറൈറ്റിക്ക് വേണ്ടി വായിച്ച് പഠിച്ച് നോക്കുക. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ നമുക്ക് ChatGPT കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ, സുലഭമാണല്ലോ. നമുക്ക് CAക്കും ChatGPT ഒക്കെ ഉണ്ട്. സോ ChatGPT ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ, പക്ഷേ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്ത് അതിനെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിഞ്ഞ് വെച്ചിട്ട് വേണം അതിന് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. സോ ആ മിസ്റ്റേക്സ് പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഒരു 1-to-1 ടോക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ കേസിലൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. സോ മെയിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ എത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാൻ പറ്റുമോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പിന്നെ അതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? മൈനറിനെ അഡ്മിറ്റ് ചെയ്യുന്ന കേസായിരുന്നു നമ്മൾ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്താണെന്നും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മൈനറിനെ സെക്ഷൻ 30 പറയുന്നുണ്ട്. മൈനറിനെ എന്തിനു വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം? ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നത് എന്തായിരുന്നു?
വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവിടെ മാൻഡേറ്ററി ആയിരുന്നു. ദെൻ നമ്മൾ ഡോക്ടറിൻ ഓഫ് അൾട്രാ വയർസ് MOAയുടെ കേസ് പഠിച്ചു. ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. സ്യൂട്ട് ഫോർ ഡാമേജ് സെക്ഷൻ 73. ആരുടെ കേസായിരുന്നു ഓർമ്മയുണ്ടോ? ചേതൻ അല്ലേ, മിസ്റ്റർ ചേതൻ ആൻഡ് വൈഫ് മണാലിക്ക് പോയ കഥയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ നിന്ന് തന്നെ നമ്മൾ വാല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടി നമ്മളുടെ ഗുഡ് വാല്യൂ ചെയ്യുന്ന പ്രൈസ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു തേർഡ് പാർട്ടീനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആൾ പ്രൈസ് അസർട്ടൈൻ ചെയ്യാൻ റിഫ്യൂസ് ചെയ്താൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം, അതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് തന്നെ തുടങ്ങാം. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്. നിങ്ങൾ ഓൾറെഡി വായിച്ചാണ്, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. രാഹുൽ ഹയർഡ് എ കാർ ഫോർ 15 days ഫ്രം മെസ്സേഴ്സ് കുഷ ട്രാവൽസ്. ആഫ്റ്റർ 5 days മെസ്സേഴ്സ് കുഷ ട്രാവൽസ് എന്ത് ചെയ്യുന്നു? ഡിമാൻഡഡ് ബാക്ക് ഹിസ് കാർ ഫ്രം രാഹുൽ. ഓക്കെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഹി വാസ് ഓൾസോ എഗ്രീഡ് ടു കോമ്പൻസേറ്റ് ഫോർ എനി ലോസ് സഫേർഡ് ബൈ രാഹുൽ ഡ്യൂ ടു സച്ച് പ്രിമച്വർ റിട്ടേൺ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലെ തന്നെ കുറച്ച് കീ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു പ്രൊവിഷൻ ക്ലിയർ ആയിട്ട് അറിയാവുന്നവർക്ക് ബൈ നൗ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. സോ നമുക്ക് ബാക്കിയോടെ വായിച്ച് നോക്കാം. ബട്ട് രാഹുൽ റിഫ്യൂസ്ഡ് ടു റിട്ടേൺ ദ കാർ ബിഫോർ ദ പീരീഡ് ഓഫ് ബെയിൽമെൻറ്റ്. പീരീഡ് ഓഫ് ബെയിൽമെൻറ്റ് എത്രയായിരുന്നു? 15 days ആയിരുന്നു. 5 daysന് ശേഷം ആൾ എന്ത് ചെയ്തു? മെസ്സേഴ്സ് കുഷ ട്രാവൽസ് ആ ഒരു കാറ് ഡിമാൻഡ് ചെയ്തു, ബാക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ അത് സമ്മതിച്ചില്ല. മെസ്സേഴ്സ് കുഷ ട്രാവൽ എന്ത് ചെയ്തു? കേസ് കൊടുത്തു. റെഫറിംഗ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, whether Messrs. Kusha Travels can recover the car from the Rahul before the time fixed for the bailment. ബെയിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈമിന് മുമ്പ് ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമോ, ഈവൻ ഇഫ് കേസ് കൊടുത്താൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും അണ്ടർലൈൻ ചെയ്ത് പോവുക. എനിക്കിവിടെ ഹൈലൈറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെ, സോ ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കണം. ഫസ്റ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് റിക്വയർമെൻറ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും, എന്താണ് ഇതിൽ നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ മൈൻഡിൽ ഫസ്റ്റ് ഫീഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിവിടെ അറിയേണ്ടത് വെദർ മെസ്സേഴ്സ് കുഷ ട്രാവൽസിന് ഈ കാറ് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ബിഫോർ ദ ടൈം ഫിക്സഡ് ഫോർ ബെയിൽമെൻറ്റ്, അതായത് ഈ 15 daysന് മുമ്പ്, ദാറ്റ് ഈസ് തിരിച്ച് ചോദിച്ചത് ആഫ്റ്റർ 5 days ആണ്. ഈ ആഫ്റ്റർ 5 days 15 daysന് മുമ്പായിട്ട് ആൾക്കത് കാറ് തിരിച്ചും എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി നമ്മൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കാം, ഞാൻ ഒന്നുകൂടെ വായിക്കാനുള്ള ടൈം എടുക്കുന്നില്ല. സോ ഏതാണ് ആക്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ട് ഏതാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് 1872. ICA എന്ന് ഞാൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഷോർട്ട് ഫോം എഴുതിയാണ്, നിങ്ങൾ ഫുൾ ഫോം തന്നെ എഴുതുക. ഏത് യൂണിറ്റിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായോ? ഏത് യൂണിറ്റിൽ നിന്നുള്ളതായിരിക്കും? ഏത് യൂണിറ്റിൽ നിന്നുള്ളതായിരിക്കും? ഇവിടെ ഒരു ടേം പറഞ്ഞിട്ടുണ്ട്, ബെയിൽമെൻറ്റ്, പീരീഡ് ഓഫ് ബെയിൽമെൻറ്റ്. ഒരു 15 ദിവസത്തേക്കിന് ഒരു ബെയിൽമെൻറ്റ് കൺസിഡറേഷൻ ഇവിടെ പറയുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മളുടെ യൂണിറ്റ് 8 ആയിട്ടുള്ള ബെയിൽമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ നമ്മൾ ഇനി സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സെക്ഷനിൽ എന്താണ് പ്രധാനമായിട്ടും ഈ ക്വസ്റ്റ്യൻ്റെ കൺക്ലൂഷൻ ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ബെയിൽമെൻറ്റിൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ബെയിലർ, ബെയിലി ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെ ഓരോ ബെയിലിയുടെയും ബെയിലറിൻ്റെയും ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് ഡ്യൂട്ടീസ്, റൈറ്റ്സ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഡ്യൂട്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ബെയിലി അല്ലെങ്കിൽ ബെയിലർ ആരാണ്? ബെയിലർ എന്ന് പറയുന്ന ആരാണ്? സോ ബെയിലർ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹു ഡെലിവർ ദ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ബെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ബെയിലി ആരാണ്? ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആളാണ്. നമുക്ക് വേണമെങ്കിൽ റിസീവ് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവൻ്റെ പേരിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് കൊടുത്തത്, ആരാണ് വാങ്ങിയത്? രാഹുലാണ്
രാഹുലിനാണ് എന്ത് കിട്ടിയത്, ആ കാർ റിസീവ് ചെയ്തത്. അപ്പോൾ രാഹുൽ ആരാണ്, ബെയിലിയാണ്. നമ്മുടെ ബെയിലർ ആരാണ്, മെസ്സേഴ്സ് കുഷ ട്രാവൽസ്. ഓക്കെ, നമ്മളുടെ ബെയിലറിനെ ബെയിലിനെ കിട്ടിയല്ലോ. ഇതിൽ ബെയിലറിൻ്റെ റൈറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് സെക്ഷൻ 159. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടെക്സ്റ്റിലെ അതേ ചില വാക്കുകൾ, പ്രൊവിഷനിലെ വാക്കുകൾ കോട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്ത ഒരു സെക്ഷനാണ് സെക്ഷൻ 159. ഈ പ്രീമെച്വർ എന്ന് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ടേമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പ്രൊവിഷനാണ് സെക്ഷൻ 159. സെക്ഷൻ 159 എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു സാധനം ബെയിൽമെൻറ്റ് ത്രൂ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ ബെയിൽമെൻറ്റ് പീരീഡിന് മുമ്പായിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ പ്രീമെച്വർലി നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് റിട്ടേൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ആ ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ബെയിലർ എന്ത് ചെയ്യണം, അത് ഇൻഡെംനിഫൈ ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാറുണ്ട്. നമുക്ക് പ്രൊവിഷനിൽ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഇത് നിങ്ങളുടെ ചാപ്റ്റർ 2ൻ്റെ യൂണിറ്റ് 8ൻ്റെ സോഫ്റ്റ് കോപ്പിയാണ്. സോ നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക, പേജ് നമ്പർ 2.182 നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക. ഡ്യൂട്ടി ടു ഇൻഡെംനിഫൈ ബെയിലി ഫോർ പ്രീമെച്വർ ടെർമിനേഷൻ സെക്ഷൻ 159 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ദ ബെയിലർ, ഇവിടെ ആരാണ്, മെസ്സേഴ്സ് മെസ്സേഴ്സ് കുഷ ട്രാവൽസ് KT. ഓക്കെ, മെസ്സേഴ്സ് KT മസ്റ്റ് കോമ്പൻസേറ്റ് ദ ബെയിലി, അതാണ് ഇവിടെ ആരാണ്, രാഹുൽ. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദ ലോസ് അല്ലെങ്കിൽ ഡാമേജ് സഫേർഡ് ബൈ ബെയിലി, അതായത് രാഹുൽ, ദാറ്റ് ഈസ് ഇൻ എക്സസ് ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ്. അയാൾക്ക് എന്ത് ബെനിഫിറ്റ് ആണോ കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ ഈ ബെയിൽമെൻറ്റ് കൊണ്ട് അയാൾക്കൊരു ലോസ് അല്ലെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടായി എങ്കിൽ, ജസ്റ്റ് ബിക്കോസ് ഈ ഒരു പ്രിമച്വർ ടെർമിനേഷൻ കാരണം അവരെന്ത് ചെയ്യണം, ബെയിലർ എന്ത് ചെയ്യണം, ആളിനെ അതിന് ഇൻഡെംനിഫൈ ചെയ്യണം, ആ ലാഭം ചെറുതാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വേർ ഹി ഹാഡ്, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, വേർ ഹി ഹാഡ് ലെൻഡ് ദ ഗുഡ് ഗ്രാറ്റിറ്റ്യൂസ്ലി ആൻഡ് ഡിസൈഡ്സ് ടു ടെർമിനേറ്റ് ദ ബെയിൽമെൻറ്റ് ബിഫോർ ദ എക്സ്പയറി ഓഫ് പീരീഡ് ഓഫ് ബെയിൽമെൻറ്റ്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്, ഗ്രാറ്റിറ്റ്യൂസ്ലി വിത്തൗട്ട് എനി റിട്ടേൺ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കൊടുത്ത ഒരു സംഭവമാണ് നമ്മൾ തിരിച്ച് എടുക്കുന്നത് എങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ ബെയിൽമെൻറ്റ് നടത്തിയത്, ബിഫോർ എക്സ്പയറി നമ്മൾ തിരിച്ചു മേടിക്കുകയാണ്, ലോസ് ഉണ്ടാവുന്നു, നമ്മൾ എന്ത് ചെയ്യണം, ബെയിലർ ഇൻഡെംനിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു ഡ്യൂട്ടി വരുന്നത് എപ്പോൾ മാത്രമാണ്, വേർ ഹി ഹാഡ് ലെൻഡ് ഗുഡ്സ് ഗ്രാറ്റിറ്റ്യൂസ്ലി. ഇവിടെ ഗുഡ് എങ്ങനെയാണ് കൊടുത്തത്, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യം ഇവിടെ ഹയർ ചെയ്തു എന്ന് പറഞ്ഞതാണ്. രാഹുൽ എങ്ങനെയാണ് വാങ്ങിയത്, ഹയറിങ് ത്രൂ ആണ് വാങ്ങിയത്. ഇതൊരു ബെയിൽമെൻറ്റ് ആണ് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നില്ല അല്ലേ. ഇവിടെ തമ്മിൽ നടന്നത് ബെയിൽമെൻറ്റ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഹയർഡ് ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഹയർ ചെയ്തതാണ് ആ കാർ. അപ്പം ഹയറിങ്ങിൻ്റെ കേസിൽ അവിടെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും, ഗ്രാറ്റിറ്റ്യൂസ്ലി അല്ല എന്നുള്ളത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കും. നോട്ട് ഗ്രാറ്റിറ്റ്യൂസ്ലി. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റാണോ, ഓക്കെ സ്പെല്ലിംഗ് നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, സോ നോട്ട് ഗ്രാറ്റിറ്റ്യൂസ്ലി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ റൂൾ ഇവിടെ ആപ്ലിക്കബിൾ ആണോ, അല്ല. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രൊവിഷൻ ഇത് തന്നെയാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ കൺക്ലൂഷനിലെത്തും, നമുക്ക് എന്താണ് കൺക്ലൂഷൻ വേണ്ടത്, മെസ്സേഴ്സ് കുഷ ട്രാവൽസിന് ഈ കാർ എന്ത് ചെയ്യാൻ പറ്റുമോ, റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതൊരു ബെയിൽമെൻറ്റ് മാത്രമായിരുന്നു, ഗ്രാറ്റിറ്റ്യൂസ്ലി നടന്നിരുന്ന ഒരു ബെയിൽമെൻറ്റ് മാത്രമായിരുന്നുവെങ്കിൽ കുഷാക്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിട്ടേൺ എടുക്കാൻ വേണ്ടി പറ്റും. ലോസ് ഉണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇൻഡെംനിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ സിറ്റുവേഷനിലും ഇവർ പറയുന്നുണ്ട്, എഗ്രി ടു കോമ്പൻസേറ്റ് ഫോർ എനി ലോസ് സഫേർഡ് ബൈ രാഹുൽ എന്ന് ഈ കുഷ ട്രാവൽസ് പറയുന്നുണ്ട്. എന്തെങ്കിലും നഷ്ടം ഈ കാരണം നിനക്ക് ഫേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻഡെംനിഫൈ ചെയ്ത് തരാം, അല്ലെങ്കിൽ ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് തരാം എന്ന് കുഷ ട്രാവൽസ് എഗ്രി ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഇതൊരു ഗ്രാറ്റിറ്റ്യൂസ്ലി നടന്ന പേയ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എങ്ങനെ വരും, Messrs. Kusha Travels cannot recover the car from Rahul before the time fixed for the bailment since it is not gratuitously given. Okay.
സോ അതാണ് നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരുന്നത്. സോ പ്രൊവിഷൻ മനസ്സിലായി, കൺക്ലൂഷൻ മനസ്സിലായി, അനാലിസിസ് നമുക്ക് എഴുതാൻ അറിയാം. ഇനി നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യാൻ പോകുന്നത് ഇത് RTP ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 6 മാർക്സിനും 4 മാർക്സിനും എങ്ങനെ 4 മാർക്സിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ 6 മാർക്സിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം, അതിൽ കൂടുതലൊരു മാർക്സിൻ്റെ സ്കോപ്പ് ഈ ക്വസ്റ്റ്യനിൽ കാണില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടി ആഡ് ഓൺ ക്വസ്റ്റ്യൻസും കുറച്ച് സിറ്റുവേഷൻസും കൂടെ കാണും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 6 മാർക്സ് അല്ലെന്നുണ്ടെങ്കിൽ 4 മാർക്സ്, മാക്സിമം പോസിബിൾ എന്ന് പറയുന്നത്, മോസ്റ്റ് പ്രോബിൾ എന്ന് പറയുന്നത് 4 മാർക്സിനുള്ള ചാൻസ് ആണ്. അല്ല, ഇനി 6 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ മാറ്റേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു 6 മാർക്സ് 2 മാർക്കിൻ്റെ ഇതിൽ ഒരുപാട് ഡിഫറൻസ് വരുത്തണോ, കുറച്ചും കൂടെ ആൻസർ കൂടുതൽ എഴുതി പോയാൽ എന്താണ് പ്രശ്നം, 6 മാർക്സിൻ്റെ ആൻസർ തന്നെ 4 മാർക്കിനും എഴുതിയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നം വേറൊന്നുമില്ല. മാർക്സ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ 4 മാർക്സിന് നിങ്ങൾക്ക് 6 മാർക്സ് തരത്തില്ല. നിങ്ങൾക്ക് ഒരു 6 മാർക്സിൻ്റെ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്യാരണ്ടീഡ് ആയിരിക്കും 4 മാർക്സ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ ടൈം തികയാഞ്ഞിട്ട് നമ്മൾ ഓരോ മാർക്കിനും അതിൻ്റേതായിട്ടുള്ള അലോട്ട് ടൈം മാത്രമേ കൊടുക്കാവുള്ളൂ. സോ 100 മാർക്സിൻ്റെ പേപ്പറാണ്. 100 മാർക്സിൻ്റെ പേപ്പർ നമ്മൾ 3 അവർ കൊണ്ടാണ് എഴുതുന്നത്. സോ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു മാർക്കിന് 1.8 മിനിറ്റ്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്. അതായത് ഒരു മാർക്കിൻ്റെ ചോദ്യത്തിന് 1 മിനിറ്റും 8 സെക്കൻഡും കൂടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 മാർക്സിന് നമ്മൾ എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ 6 മാർക്സിന് നമ്മൾ എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നോക്കി തന്നെ അത്ര പ്രിസൈസ് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യാന്നുള്ളതല്ല, ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ, മൈൻഡ് കാൽക്കുലേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതൊക്കെ ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ആൻസറൊക്കെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മാർക്സിനും 4 മാർക്സിനും എങ്ങനെയാണ് ആൻസർ ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആസ് ഓൾവേസ് നമ്മൾ പറയുന്നത് പോലെ ക്വസ്റ്റ്യൻ നമ്പറും കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നീറ്റായിട്ട് നോട്ട് ചെയ്തിട്ട് ആൻസറിങ്ങിലേക്ക് കടക്കാം. സോ ആൻസർ നമുക്ക് പ്രൊവിഷൻ അറിയാലോ അല്ലേ. സോ സെക്ഷൻ 159, സെക്ഷൻ 159ലാണ് പ്രൊവിഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്ത് തുടങ്ങാം. ആസ് പെർ സെക്ഷൻ 159 ഓഫ് ആക്ട് കൂടെ മെൻഷൻ ചെയ്യാം, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, bailor can demand back in the goods when they are lent gratuitously. However, it is the duty of our bailor എന്തിനു വേണ്ടിയിട്ട് ടു ഇൻഡെംനിഫൈ ആരെയാണ് ഇൻഡെംനിഫൈ ചെയ്യുന്നത്, ബെയിലിനെ, ഇൻ കേസ് ഓഫ് പ്രിമച്വർ ടെർമിനേഷൻ bailey for any loss or damage caused due to premature termination. ഓക്കെ, സോ സെക്ഷൻ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കോട്ട് ചെയ്യാനുള്ളത്. സെക്ഷൻ 155 പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു ബെയിലറിന് ബിഫോർ ബെയിൽമെൻറ്റ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴാണ് ആ ഒരു ബെയിൽമെൻറ്റ് നടന്നിട്ടുള്ളത് ഗ്രാറ്റുitously ആണ്. ആൻഡ് ഓൾസോ ആ ഒരു പ്രിമച്വർ ടെർമിനേഷൻ കാരണം എന്തെങ്കിലും ലോസ് ബെയിലി ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോസ്റ്റ് ഡ്യൂ ടു പ്രിമച്വർ ടെർമിനേഷൻ ഇൻ എക്സസ് ഓഫ്, ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇൻ എക്സസ് ഓഫ് ബെനഫിറ്റ്സ് ഫ്രം സച്ച് ബെയിൽമെൻറ്റ്. ഓക്കെ, എക്സസ് ഓഫ് ബെനഫിറ്റ്സ് ഫ്രം സച്ച് ബെയിൽമെൻറ്റ്. ഒരു ബെയിൽമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും നഷ്ടമായിട്ട് ആ ബെയിലി ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ എന്ത് ചെയ്യണം, ബെയിലർ എന്ത് ചെയ്യണം, ഇൻഡെംനിഫൈ ചെയ്യണം. അത് ബെയിലറിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഇത്രയുമാണ് പ്രൊവിഷൻ പാരഗ്രാഫിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അനാലിസിസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്, ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മളൊന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ എന്താണ് ബ്രീഫ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ രാഹുൽ എന്ത് ചെയ്തു, എവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം, രാഹുൽ ഒരു കാറ് ഹയർ ചെയ്തു.
hired a car. എവിടെ നിന്നാണ്? From Messrs Kusha Travels for എത്ര ദിവസത്തേക്കാണ്? 15 days. However, after 5 days, എന്ത് ചെയ്തു? Messrs Kusha demanded back the car, and Rahul refused to return. Compensate for any ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു മെസ്സേഴ്സ് ട്രാവൽസ് അല്ലേ. ബട്ട് സ്റ്റിൽ അത് അവർ എഗ്രി ചെയ്തു എങ്കിൽ പോലും രാഹുൽ അത് എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു. രാഹുൽ അത് റിട്ടേൺ ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തു. ആഫ്റ്റർ 5 days ഡിമാൻഡ് ചെയ്തു. 15 days ആയിരുന്നു നമ്മുടെ പീരീഡ്. എഗ്രി ചെയ്തു. മെസ്സേഴ്സ് എഗ്രി ടു കോമ്പൻസേറ്റ്. ഇതൊക്കെയാണ് സംഭവം. ആൻഡ് എന്താണ് ഇവിടെ കേസ് വരാൻ കാരണം? മെസ്സേഴ്സ് കുഷ ലിമിറ്റഡ് എന്ത് ചെയ്തു? കുഷാൽ ട്രാവൽസ് രാഹുലിനെതിരെ സ്യൂഡ് മിസ്റ്റർ രാഹുൽ. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇതാണ് ഇത്രയും നേരം സംഭവിച്ച കഥകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? കൺക്ലൂഷൻ കൊടുക്കാം. നമുക്ക് പ്രൊവിഷനും മനസ്സിലായി, അനാലിസിസും കഴിഞ്ഞു. നമുക്കിനി കൺക്ലൂഷനിലേക്ക് പോകാം. കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ ആസ് പെർ ദ ഫാക്ട്സ് ഓഫ് ദ കേസ് and provisions discussed, മെസ്സേഴ്സ്. ഇനി നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ കൺക്ലൂഷൻ കൊടുക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റീസൺ പ്രൊവൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റീസൺ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ ആൻസർ ആയിട്ട് കൊടുക്കാം. 2 രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫൈനൽ ആൻസർ അങ്ങ് പറയാണ്. മെസ്സേഴ്സ് നമ്മളോടുള്ള ചോദ്യം എന്തായിരുന്നു? കുഷ ട്രാവൽസിന് എന്തായിരുന്നു ചോദ്യം ഒന്നുകൂടെ നോക്കിയേ. കുഷ ട്രാവൽസിന് ക്യാൻ റിക്കവർ ദ കാർ ഫ്രം മിസ്റ്റർ രാഹുൽ ബിഫോർ ദ ടൈം ഫിക്സഡ് ഫോർ ദ ബെയിൽമെൻറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ പറയാൻ പറ്റുന്നത്? മെസ്സേഴ്സ് കുഷ ട്രാവൽസ് ക്യാൻ നോട്ട് റിക്കവർ ദ കാർ എവിടുന്ന? ഫ്രം മിസ്റ്റർ രാഹുൽ ബിഫോർ എക്സ്പയറി ഓഫ് ബിഫോർ ദ ബെയിൽമെൻറ്റ് പീരീഡ്. ബിഫോർ ദ എക്സ്പയറി ഓഫ് ബെയിൽമെൻറ്റ് പീരീഡ്. അതായത് ഇവിടെ ദാറ്റ് ഇസ് എത്ര ദിവസമാണ്? 15 days. ഓക്കെ. ഇനി റീസൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എപ്പോഴേ നമുക്ക് പ്രീമച്യൂർ ടെർമിനേഷൻ നടത്താൻ പറ്റുള്ളൂ? പ്രീമച്യൂർ ടെർമിനേഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ എപ്പോഴാണ്? ഗുഡ്സ് ആർ ലെൻറ്റ് gratuitously. Okay, only when the goods are lent gratuitously. Here in this case, Mr. Rahul hired the car, therefore Kusha Travels cannot recover it before expiry of 15 days, even though അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ എഗ്രീഡ് ആണെങ്കിൽ പോലും, even though they agreed to compensate for loss. ഓക്കെ. സോ ഇത്രയും എഴുതാൻ നിങ്ങൾക്കൊരു 6 മാർക്ക് അല്ലെങ്കിൽ 4 to 6 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 6 മാർക്സിലേക്ക് വരുമ്പോൾ 6 മാർക്സിനാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ, പ്രൊവിഷൻ പാരഗ്രാഫിൽ ബെയിലർ ആരാണ്, ബെയിലി ആരാണ്, ഇവിടെ എന്താണ് ബെയിൽമെൻറ്റ്, ഇവിടുത്തെ ബെയിൽമെൻറ്റ് ഏതാണ്? ഇവിടുത്തെ ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്രൊവിഷൻ പാരഗ്രാഫിലും കൂടെ നിങ്ങൾ അതിൻ്റെ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ ആ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. സെക്ഷൻ 159 എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ഇതിപ്പോൾ നമുക്കൊരു 6 മാർക്സിന് അല്ലെങ്കിൽ ഒരു 4 മാർക്സിന് മാർക്ക് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് 2 രീതിയിൽ നോക്കാം. 6 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ 4 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 മാർക്സ് പോകുന്നുള്ളത്, അല്ലെങ്കിൽ 2 to 1.5 to 2 മാർക്സ് നിങ്ങൾക്ക് വീഴുന്നുള്ളത് എവിടെയായിരിക്കും? പ്രൊവിഷൻ പാരഗ്രാഫിലായിരിക്കും. നമുക്കിപ്പോൾ ഒരു 2 മാർക്സ് ഇവിടെ കൊടുക്കാം. അനാലിസിസിന് വരും ഒരു 1 മാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 0.5 മാർക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 1 അല്ലാന്നുണ്ടെങ്കിൽ ഒരു
0.5 മാർക്സ് ആയിരിക്കും വരുന്നത്. മാക്സിമം 1 ആയിരിക്കും വരുന്നുണ്ട്. 1 ആണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ 1 മാർക്ക്, അവിടെ 0.5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1.5 മാർക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു 4 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ 6 മാർക്സിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ പ്രൊവിഷൻ പാരഗ്രാഫിൽ കുറച്ചും കൂടെ ബെയിൽമെൻറ്റിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അവിടെയും ഈ പറഞ്ഞതുപോലെ 2.5 വരെ മാർക്സ് നിങ്ങൾക്ക് പ്രൊവിഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. എഗെയിൻ 1, പിന്നെ കൺക്ലൂഷന് ഒരു 2.5 മാർക്സ്. ഓക്കെ, അപ്പോൾ ഒരു 6 മാർക്സ് ആയില്ലേ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്സ് അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള അലോക്കേഷൻ അല്ല, ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് മാർക്സ് അലോക്കേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളത്. സോ പ്രൊവിഷൻ പാർട്ട് നിങ്ങൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെക്കുക. റെലവൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്തും കൂടെ കൊടുക്കുക. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് അല്ലേ, ക്വസ്റ്റ്യൻ അനാലിസിസിൽ സെക്ഷൻ 159 ആണ് എന്ന് അനലൈസ് ചെയ്തു. ഗ്രാറ്റിറ്റ്യൂസ്ലി ആണ് കൊടുത്തത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ റിട്ടേൺ ബാക്ക്, ക്യാൻ ഡിമാൻഡ് ബാക്ക് അല്ലേ, ക്യാൻ എപ്പോ, ബിഫോർ എക്സ്പയറി. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താണ് വരുന്നത്, ഇൻഡെംനിഫൈ ഫോർ ലോസ്. ഓക്കെ, ഇൻഡെംനിഫൈ ഫോർ ലോസ്. സോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു, പ്രൊവിഷൻസ് പഠിച്ചു, മാർക്സ് അലോക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ എങ്ങനെയാണ് ICA കൊടുത്തിട്ടുള്ളത്. നമ്മൾ സെപ്റ്റംബർ 2025 RTPയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. RTP ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ചോദിച്ചിട്ടുള്ളത്. ആസ് പെർ സെക്ഷൻ 159 എന്താണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 159 പ്രകാരം എന്താണ് പറഞ്ഞിട്ടുള്ളത്, when the goods are let gratuitously the bailor can demand back goods at any time even before the expiry of time fixed. However, due to premature return എന്തെങ്കിലും, if bailee suffers any loss which is more than the benefit actually obtained, ഇതൊക്കെ നമ്മുടെ പ്രൊവിഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ അതുപോലെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Okay, by him for the use of goods bailed, the bailor has to compensate the bailee. It is the duty of bailor to compensate bailee എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. ബിക്കോസ് നമ്മൾ 159 ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ഡ്യൂട്ടീസിന് കീഴിലുള്ള ഒരു സെക്ഷനാണ് 159. ബെയിലറിൻ്റെ ഡ്യൂട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദ ഗിവൺ പ്രോബ്ലം ഇവിടെ ഒരു അനാലിസിസ് പാരഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് അനാലിസിസ് ആണ്, ഇതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ എന്നുള്ളത്. എൻ്റെ ഇത് മനസ്സിലായല്ലോ, ഇതാണ് ഇവിടുത്തെ പ്രൊവിഷൻ പാരഗ്രാഫ്. ഓക്കെ, സോ അനാലിസിസിൽ എന്താണ് പറയുന്നത്, ഇൻ ദ ഗിവൺ പ്രോബ്ലം രാഹുൽ ഹയർഡ് എ കാർ ഫോർ 15 days ഫ്രം മെസ്സേഴ്സ് കുഷ ട്രാവൽസ്, ബട്ട് ജസ്റ്റ് ആഫ്റ്റർ 5 days മെസ്സേഴ്സ് കുഷ ട്രാവൽസ് ഡിമാൻഡഡ് ബാക്ക്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കൺക്ലൂഷൻ ഞാനൊന്ന് വായിക്കാം. പ്രിമച്യൂർ റിക്കവറി ഓഫ് ഗുഡ്സ് ബെയിൽഡ് അവൈലബിൾ ഓൺലി ഇൻ കേസ് ഓഫ് എപ്പോഴാണ്, ഗ്രാറ്റിറ്റ്യൂസ് ആയിട്ടുള്ള ബെയിൽമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതാണ് ഇവിടുത്തെ ഒരു കീ ആയിട്ടുള്ള ഒരു ഏരിയ, അതാണ് നമ്മൾ മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നടന്നിട്ടുള്ള പേയ്മെൻറ്റ് ഹയർ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഗ്രാറ്റിറ്റ്യൂസ്ലി ആണ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഹയർ ചാർജസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇഫ് ദ ബെയിൽമെൻറ്റ് ഇസ് ഫോർ ഹയർ ദ റൈറ്റ് ഇസ് നോട്ട് അവൈലബിൾ ടു ബെയിലർ ഈവൻ ഹി ഈസ് റെഡി ടു കോമ്പൻസേറ്റ് ഫോർ സച്ച് പ്രീമച്യൂർ റിട്ടേൺ. ഹെൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കനോട്ട് റിക്കവർ ദ ഗുഡ്സ് ബിഫോർ 15 days. ഓക്കെ, സോ ICAയുടെ ആൻസർ കണ്ടു, നമ്മളും തന്നെ ആൻസർ ഫ്രെയിം ചെയ്ത് നോക്കി. ഇനി നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ആൻസർ എഴുതി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഫ്രെയിം ചെയ്ത് നോക്കാം. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പിന്നെയും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അത്രയും നിങ്ങളുടെ ആൻസർ ബെറ്ററായി വരത്തേ ഉള്ളൂ. സോ ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടുക. സോ നമ്മളും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലോയുടെ കാര്യത്തിൽ ഏകദേശം ടെൻഷനൊക്കെ കുറഞ്ഞല്ലോ, ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. ബാക്കിയുള്ള സബ്ജക്ട്സ് എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ക്വസ്റ്റ്യനും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു.